ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. പ്രശ്നകുമാരി പോകല്ലേ. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി, നല്ല മൂഡ് പറവച്ച. ഹലോ, ടൊയോട്ടയുടെ ഷോറൂമല്ലേ? 3 മാസം വെയിറ്റിംഗ് പീരീഡിൽ ഇറക്കാൻ പറ്റിയ ഏതെങ്കിലും വണ്ടി യാർഡിലുണ്ടോ? അയ്യേ, കുറഞ്ഞൊന്നും വേണ്ട, മിനിമം ഒരു ഫോർച്യൂണർ. ഞാനൊരു യൂട്യൂബർ ആണേ. നമ്മളെയാണല്ലോ മച്ചമ്പി. പോരാത്തതിന് ഇപ്പോൾ ഒരു കുടുംബ പ്രശ്നത്തിന് ഞാൻ തിരികൊളുത്താൻ പോവുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ മാസത്തെ ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ പറ്റിയുള്ള അപവാദങ്ങൾ പറയും. അത് കഴിഞ്ഞ് 2ാമത്തെ എപ്പിസോഡിൽ നിങ്ങൾ എന്നെ പറ്റിയുള്ള കുറ്റങ്ങൾ പറയണം. ഇത് കേൾക്കുന്ന നാട്ടുകാർ നമ്മളെ തെറി വിളിക്കും. പതറരുത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നാണല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ. 2ാമത്തെ മാസം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത പല എവിഡൻസുകൾ നാട്ടുകാർക്കിടയിൽ ഇട്ട് കൊടുക്കുന്നു. അതിനെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും ആൾക്കാരുണ്ടാവും. 3ാമത്തെ മാസം നമ്മൾ വണ്ടി ഇറക്കുന്നു. അതിനുശേഷം നമ്മൾ സാനിറ്റൈസർ അടിച്ച് ഒരു ഫാമിലി ട്രിപ്പ് തന്നെ പോകുന്നു. അതിനുശേഷം നമ്മൾ അമ്മയും മക്കൾ കണ്ടു നിന്നവരെല്ലാം നായിന്റെ മക്കൾ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഷൂട്ട്. എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? ചേട്ടാ, ഇട്ട വീഡിയോസിന്റെ വ്യൂസ് കണ്ട വണ്ടി പോയിട്ട് ഒരു കിണ്ടി പോലും എടുക്കാൻ പറ്റൂല. ഓ മൈ ഗോഡ്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇനി താഴെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ഇതാരടാ അപ്പ? ഹലോ ഹലോ, ഇത് ടൊയോട്ട എന്നാണേ. എങ്ങനെ ഇരിക്കണം? യാർഡിൽ പുതിയ ഫോർച്യൂണർ വന്നിട്ടുണ്ടേ. ആണോ? എന്നാ പിന്നെ യാർഡിന്ന് ഷെഡി കയറ്റി ഇടണം. കാര്യങ്ങള് ഉദ്ദേശിച്ച പോലെ നടന്നില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഞാനിപ്പം തറയിലല്ലേ, എയറില്ല. ടൊയോട്ടയ്ക്ക് എയറോപ്ലെയിൻ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. കാര്യം എനിക്ക് ട്രാവൽ ചെയ്യാനതാ എളുപ്പം. ശരി, ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് വെക്കണം, ടിങ് ടിങ് അടിക്കണം.